അദാനിക്കെതിരെ CBI അന്വേഷണം വേണമെന്ന് CPI ജനറൽ സെക്രട്ടറി ഡി രാജ. പാർലമെന്റിൽ വിഷയമുന്നയിക്കും. ജനങ്ങളെ കൊള്ളയടിക്കുന്നവർക്ക് സംരക്ഷണം നൽകുന്നത് നാണക്കേടാണ്. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്നും ഡി രാജ 24-നോട് പറഞ്ഞു. The present government, Mr. Modi, they protect the corporate house, Mr. Adani. This issue has been raised inside Parliament, outside Parliament. Government doesn't give any responsible answer, reasonable answer. Mr. Modi claims he is non-biological creature. What is happening with our corporate houses, indigenous corporate houses, who are being supported by Mr. Modi and his government? This is a serious matter. Dependable agency which can go into the depth of this case and investigate. But finally CBI is under Home Ministry, under the government. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, ഇതിൽ കോൺഗ്രസ് JPC അന്വേഷണം വേണമെന്ന് പറയുന്നു, ഇവിടെ CBI അന്വേഷണത്തെക്കുറിച്ച് പറയുന്നു. ഏതായാലും വരുന്ന പാർലമെന്റ് സമ്മേളനം ഇപ്പോൾ ഈ മാസം അവസാനം തുടങ്ങാനിരിക്കുകയാണ്, ശീതകാല സമ്മേളനം. ഈ വിഷയം പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അദാനിയുടെ ഒരു വിശദീകരണവും ഇതിനിടെ വന്നിട്ടുണ്ട്. ഏത് തരത്തിലേക്ക് ഈ വിഷയം മുന്നോട്ട് പോകും? അനുജ, പാർലമെന്റിന്റെ വരുന്ന ശീതകാല സമ്മേളനത്തിൽ ഈ വിഷയം ഒരു വലിയ വിഷയമായി തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുമെന്ന് ഉറപ്പാണ്. പാർലമെന്റിന്റെ കഴിഞ്ഞ 2 സമ്മേളനങ്ങളിലും അദാനിയുമായി ബന്ധപ്പെട്ട ഹിൻഡൻബർഗ് ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകൾ വലിയ ചർച്ചകൾക്ക്, പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചിരുന്നു. തീർച്ചയായും ഈ വിഷയവും പാർലമെന്റിൽ ഉയർന്നു വരും. അത് തന്നെയാണ് CPI ജനറൽ സെക്രട്ടറി ഡി രാജയും വ്യക്തമാക്കുന്നത്. അദാനിക്കെതിരെ US കേസെടുത്തിരിക്കുന്ന വിഷയം എന്നുള്ളത് ഗൗരവതരമാണ്. നേരത്തെ ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് JPC അന്വേഷണം വേണമെന്ന ആവശ്യം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ അത് കേൾക്കാൻ സർക്കാർ തയ്യാറായില്ല. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇന്ന് രാവിലെ ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്ന ഉടൻ തന്നെ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് JPC അന്വേഷണം എന്ന ആവശ്യം വീണ്ടും ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം CPIയും CPIMും ഈ വിഷയത്തിൽ CBIയുടെ അന്വേഷണമാണ് വേണ്ടത് എന്ന നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ള ഒരു കേസാണ്. അഴിമതിയാണ് വിഷയം. രാജ്യത്ത് അഴിമതിയുമായി ബന്ധപ്പെട്ട കേസുകൾ അത് അന്വേഷിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഏജൻസി എന്നുള്ളത് CBI ആണ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ ഒരു CBI അന്വേഷണമാണ് ഈ വിഷയത്തിൽ വേണ്ടത് എന്ന നിലപാടാണ് ഡി രാജ വ്യക്തമാക്കിയിരിക്കുന്നത്. ജനങ്ങളെ കൊള്ളയടിക്കുന്നവർക്ക് സംരക്ഷണം നൽകുന്നത് നാണക്കേടാണെന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു. അതേസമയം ഈ ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ്. അനുജ, അതാണ് ഈ വിഷയം പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കും.